രാഹുൽ ഈശ്വർ കൂടി ചേരുന്നുണ്ട്. രാഹുൽ, താങ്കൾ കേട്ടോ സുരേഷ് ഗോപി പറഞ്ഞത്? കേട്ടിരുന്നു മാഡം, കേട്ടിരുന്നു. താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? അങ്ങനെയല്ല, ശ്രീ സുരേഷ് ഗോപി അടക്കം വിശാല അർത്ഥത്തിൽ ഒരു കൈയിൽ ഹിന്ദു ഐക്യവും മറു കൈയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യവും മുമ്പോട്ട് വെക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഓർക്കണം. അതായത് പരിശുദ്ധ ഖുറാനും റംസാൻ മാസത്തിലും റംസാൻ സൂക്തങ്ങൾ ചൊല്ലി തനിക്ക് നോമ്പ് തുറക്കാൻ അറിയാമെന്ന് അഭിമാനത്തോടെ പറയുന്ന 35 വർഷങ്ങളായി അങ്ങനെ റംസാൻ വ്രതം എടുക്കുന്ന ക്രിസ്ത്യൻ പള്ളികളിൽ ഏറ്റവും കൃത്യമായി പോകുന്ന എല്ലാ ഹിന്ദു ജാതികളെയും ചേർത്ത് നിർത്തുന്ന ആദിവാസി ഊരുകളിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ MP ആകുന്നതിന് മുമ്പ് പോലും ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണമെന്നല്ലേ? വ്യത്യസ്ത ജാതികളിൽ അതെങ്ങനെയാണ് ശ്രീ രാഹുൽ ഈശ്വർ ആ തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുക? ഗോത്രവകുപ്പ് ബ്രാഹ്മണർ ഭരിച്ചാൽ മാത്രമേ അവർക്ക് പുരോഗതി ഉണ്ടാകൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനർത്ഥം എന്താണ്? അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ല, അങ്ങനെയല്ല അനുജ മാഡം. ചരിത്രത്തിൽ നമ്മൾ പിന്നോക്കക്കാർ, പ്രത്യേകിച്ച് ഞാൻ അടങ്ങുന്ന ബ്രാഹ്മണ സമൂഹം പിന്നോക്കക്കാരോട് അനീതി ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുന്നതാണ് ബ്രാഹ്മണർ വന്നാലേ ഇത് ശരിയാകൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഒരു ഒറ്റ വാചകത്തിന്റെ അർത്ഥം താങ്കളൊന്ന് പറഞ്ഞു തരൂ. അവിടെയാണ് പ്രശ്നം. ഒറ്റ വാചകം സന്ദർഭത്തിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും അടർത്തി മാറ്റുന്നതിൽ അർത്ഥമില്ല. ഞാൻ അടക്കമുള്ള ആൾക്കാർ, അതായത് ബ്രാഹ്മണ സമൂഹത്തിൽ പെടുന്ന ആൾക്കാർ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് സേവനം ചെയ്യണമെന്നുള്ളത് ഈ നാടിന്റെ ആവശ്യമാണ്, ചരിത്രത്തിന്റെ സത്യമാണ്. ചരിത്രത്തിൽ ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട്. ആ തെറ്റ് ശരിയാക്കാൻ കൂടുതൽ കൂടുതൽ പിന്നോക്ക വിഭാഗങ്ങളുടെ വകുപ്പിലേക്ക് വരണം. ഒരു വരി കൂടി അങ്ങനെയെങ്കിൽ അതല്ലേ പറയേണ്ടത്? അങ്ങനെയാണ് ഇപ്പൊ താങ്കളുടെ വ്യാഖ്യാനമാണ്. ഇനി അതാണെങ്കിൽ പോലും തെറ്റ് തിരുത്താൻ ഒരവസരം തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പറയേണ്ടത്. ഇതല്ല, ബ്രാഹ്മണർ നോക്കിയാൽ മാത്രമേ പുരോഗതി ഉണ്ടാകൂ ഗോത്രവിഭാഗത്തിന്, അതുകൊണ്ട് അവർ ഈ വകുപ്പ് ഭരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉന്നത കുലജാതർ വരണം. ഈ ഉന്നത കുലജാതർ എന്നൊക്കെയുള്ള വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപി ഏത് നൂറ്റാണ്ടിൽ ജീവിക്കുകയാണ് രാഹുൽ ഈശ്വർ? ഒരു കാര്യം, അതാണ് 1 മിനിറ്റ് മാത്രം. അതായത് ശ്രീ സുരേഷ് ഗോപി അടക്കം ആ വാക്കുകളിൽ വ്യക്തത വരുത്തുമായിരിക്കും, സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ വിവാദം ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹം വാക്കുകളിൽ വ്യക്തത വരുത്തുമായിരിക്കും. പക്ഷെ ഓർക്കേണ്ട കാര്യം, എന്നും ആ പിന്നോക്ക വിഭാഗങ്ങളോട് നമ്മൾ ചരിത്രത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും അവരോട് നമ്മൾ ആ നീതി കാട്ടണമെന്നും അവരെ സേവിക്കണമെന്നും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണമെന്നും എന്ന സ്പിരിറ്റിലല്ലേ ഇന്നും ഇന്നലെ അല്ലല്ലോ നമ്മൾ സുരേഷ് ഗോപിയെ കണ്ടു തുടങ്ങുന്നത്. സവർണജാഥ നടത്തുന്നത് ആരാണ്? ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി മഹാനായ സുരേഷ് ഗോപിയെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വലിയ ഞെട്ടലൊന്നുമില്ല അദ്ദേഹം ഈ പറഞ്ഞു കേട്ട കാര്യത്തിൽ. എങ്കിൽ പോലും അദ്ദേഹം ഇരിക്കുന്ന പദവി എന്താണ് എന്ന് വീണ്ടും മറന്നിരിക്കുന്നു രാഹുൽ ഈശ്വർ. അവിടെയാണ് ഒരു കാര്യം. ആദ്യമായിട്ട് ഒരു നോൺ SC/ST പരാതി സ്വീകരിച്ചത് എന്റെയാണ്, രാഹുൽ ഈശ്വറിന്റെ പരാതിയാണ്. ആദ്യമായി SC/ST വിഭാഗം, SC/ST കമ്മീഷൻ സ്വീകരിച്ച പരാതികളിലൊന്ന്. ഞങ്ങളടക്കം അവരോട് ചരിത്രത്തിൽ സേവനം ചെയ്യുകയും ഞങ്ങളുടെ തെറ്റുകൾക്ക് കുറ്റം ഏറ്റു പറഞ്ഞുകൊണ്ട് അവർക്ക് സേവനം ചെയ്യുകയും ചെയ്യേണ്ടത് ഞങ്ങളുടെ അടക്കമുള്ള ഒരു തെറ്റുതിരുത്തലാണ്. ഏതെങ്കിലും വാക്കുകൾ സുരേഷ് ഗോപി നമ്മുടെ ചാനലിൽ പഠിച്ചു വെച്ചതുപോലെയോ അല്ലെങ്കിൽ കൃത്യമായി പറയുന്ന വ്യക്തിയല്ല. അദ്ദേഹം മനസ്സിൽ നിന്ന് കാര്യങ്ങൾ പറയുന്നു, ഹൃദയത്തിൽ. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതൊക്കെയാണ് ഇരിക്കുന്നത് എന്നത് വീണ്ടും വീണ്ടും പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്ന ബിനോയ് വിശ്വകർമ്മ അദ്ദേഹം ഭരണഘടനയെ തന്നെ അപമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, നാടിനെ മാത്രമല്ല. ബിനോയ് വിശ്വം സാറിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്, വ്യക്തിപരമായി അറിയുന്ന ആളാണ്. പക്ഷേ ശ്രീ സുരേഷ് ഗോപിയുടെ വാക്കുകളുടെ സ്പിരിറ്റ് നമ്മൾ എന്നും ഉൾക്കൊള്ളണം. അദ്ദേഹം എന്റെ കുടുംബത്തെ കൂടെ പരാമർശിച്ചാണ് പറഞ്ഞത്, ഇനിയും അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്കൊരു പൂജാരി ആകണമെന്ന്. അത് ഭഗവാനോടുള്ള ഭക്തി കൊണ്ടാണ്, ഏതെങ്കിലും ജാതിയോടുള്ള താല്പര്യം കൊണ്ടല്ല. നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യരുത്. ശ്രീ സുരേഷ് ഗോപി ഭഗവാനോടുള്ള ഭക്തിക്ക് ബ്രാഹ്മണനായി തന്നെ ജനിക്കണമോ? രാഹുൽ ഈശ്വർ, താങ്കൾ എന്താണ് പറയുന്നത്? അവിടെ അദ്ദേഹം ബ്രാഹ്മണൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന പൂജാരി എന്ന് മാത്രമാണ്. ബ്രഹ്മജ്ഞാനമുള്ളവനാണ്, അല്ലെങ്കിൽ എന്താ പൂജാവൃത്തിയിൽ ഏർപ്പെടണമെങ്കിൽ അതിനും ബ്രാഹ്മണനാകണമെന്ന നിന്നും പൂജാരിമാര് വരുന്നില്ല ഇപ്പോ. എല്ലാ ഈ ശ്രീ യദു അടക്കം നമ്മുടെ ഇടതുപക്ഷക്കാർ കൊണ്ടുവന്നതാണ്. ശ്രീ യദു അടക്കം എല്ലാ ജാതിയിൽ നിന്നും പൂജാരിമാര് വരുന്നുണ്ട്. അതൊക്കെ ഏറ്റവും സ്വാഗതം ചെയ്യണം. RSSന്റെ മാധവ്ജി തന്നെയാണ് ആദ്യം പാലി വിളംബരം കൊണ്ടുവരുന്നത്. CPM-ഉം കോൺഗ്രസും RSS-ഉം എല്ലാം ഒരുമിച്ച് പറഞ്ഞതിനെ താങ്കൾ പിന്തുണയ്ക്കുകയാണ് അല്ലേ? സുരേഷ് ഗോപി പറഞ്ഞതിന്റെ സ്പിരിറ്റ് മനസ്സിലാക്കണം. അദ്ദേഹം ക്ലാരിഫൈ ചെയ്യും, എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം ഇന്ന് തന്നെ ഒരുപക്ഷെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുമായിരിക്കും. പക്ഷേ ആ വാക്കുകളുടെ ഉള്ളിലുള്ള അർത്ഥത്തെയാണ് നമ്മൾ എടുക്കേണ്ടത്. ശരി, നന്ദി ശ്രീ രാഹുൽ ഈശ്വർ പ്രതികരിച്ചതിന്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് ഡൽഹിയിൽ വെച്ച് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നൊരു പരാമർശമുണ്ടായത്. അദ്ദേഹം പറഞ്ഞത് ഗോത്ര വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് ഉന്നത കുലജാതരാകണം, തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, താൻ പലതവണ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ്, അഭ്യർത്ഥിച്ചതാണ്, പക്ഷേ അത് ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഇന്ന് ഡൽഹിയിൽ പറയുന്നു.